നമസ്തേ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ ശക്തമായി അപലപിച്ച ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഏകതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ റാലി നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജയദേവ ഖണ്ഡികെ അധ്യക്ഷത വഹിച്ചു. എടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യ ഒരു ഏകീകൃത രാഷ്ട്രമായിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ആരും ശബ്ദം ഉയർത്തുന്നില്ല. ഇത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നു. നാളെ ഇന്ത്യയിലും അത് സംഭവിച്ചേക്കാം. ഭാവിയിൽ നമ്മുടെ നഗരത്തിനും ഒടുവിൽ നമ്മുടെ വീടിനും അക്രമങ്ങളുടെ അണുക്കൾ പടരാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ശ്രീ എടനീർ മഠാധിപതി ഉപദേശിച്ചു. ഉപ്പള കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമ മഠത്തിലെ ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി അനുഗ്രഹ പ്രഭാഷണത്തിൽ ബംഗ്ലാദേശിലെ എല്ലാ ഹിന്ദുക്കൾക്കും അവരുടെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നും നമ്മുടെ പ്രാചീന സംസ്കാരം സംരക്ഷിക്കാൻ നാം സംഘടിക്കണമെന്നും പറഞ്ഞു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പ്രവർത്തിക്കണം. നമ്മൾ ദിവസവും ഹിന്ദു സിംഹങ്ങളായി തന്നെ ഇരിക്കണം. ജാതി മറന്ന് സമർത്ഥരായ ഹിന്ദുക്കളായി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും പറയുന്നില്ല എന്നും അതിന് പ്രധാന കാരണം മഷിയുടെ വോട്ട് ബാങ്ക് ആണ് എന്നും ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി ശ്രീ വിവേകാനന്ദ സരസ്വതി സ്വാമിജി പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചാൽ മാത്രമേ നമുക്ക് വിജയം ഉറപ്പാകുകയുള്ളൂ. അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ട അപലപനീയമാണ് എന്ന് കാസർഗോഡ് അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി ശ്രീ വേദവേദ്യാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പേരുകൾ നഷ്ടപ്പെട്ടുവെങ്കിലും നമ്മുടെ സനാതന ധർമ്മം വിദേശ രാജ്യങ്ങളുടെ അധിനിവേശത്തിന് കീഴടങ്ങിയിട്ടും സംരക്ഷിക്കപ്പെടുകയും തുടരുകയും ചെയ്യുകയാണ്. ഇത് സന്തോഷകരമായ കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമണങ്ങൾക്ക് വലിയ ശമനം ഉണ്ടാകില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങൾ ആ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേരള ഉത്തര ദക്ഷിണ പ്രാന്ത ബൗദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ പറഞ്ഞു. നാം ജീവിക്കുന്നത് അനുനിമിഷം വാർത്തകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഈ ഹിന്ദു വിഭാഗം, ഹിന്ദു സമൂഹം ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ, അതിന് പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങൾ, ചില കാരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനുമപ്പുറം അത് ദീർഘകാലമായി നിലനിൽക്കുന്ന, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അത് രൂപപ്പെട്ടതിന് ശേഷം നിലനിൽക്കുന്ന, അതിനുമപ്പുറത്തേക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന മതവിഭാഗങ്ങൾ ഉടലെടുത്ത കാലം മുതൽ നിലനിൽക്കുന്ന ഒരു അജണ്ടയാണ് ആ മതത്തിനപ്പുറത്തുള്ളവരെ വകവരുത്തണം എന്നുള്ളത്. ഇന്ത്യയെയും ദുർബലപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ പ്രധാന ഭാഗമാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു സമൂഹം ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ശാശ്വതമല്ല എങ്കിലും ജാഗ്രത വളരെ പ്രധാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ സംഘടനകളോ സാംസ്കാരിക നായകരോ മാധ്യമ പ്രവർത്തകരോ ബുദ്ധിജീവികളോ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ നോക്കുന്നതേ ഇല്ല. ബംഗ്ലാദേശിനെ ദുർബലമാക്കുക എന്നത് അമേരിക്കയുടെയും ചൈനയുടെയും തന്ത്രമാണ്. ചില രാജ്യങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഛിദ്രശക്തികളെ ഉപയോഗിച്ച് ഇന്ത്യയുടെ അതിർത്തികൾ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ ക്രൂരമായി കൊല്ലപ്പെടുകയാണ്. നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഹിന്ദു ക്ഷേത്രങ്ങൾ നശിക്കപ്പെട്ടു. വിഗ്രഹങ്ങൾ അവഹേളിക്കപ്പെട്ടു. ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്കായി പോരാടിയ ഇസ്കോണിലെ സ്വാമിജി ശ്രീ ചിന്മയ കൃഷ്ണദാസ് അറസ്റ്റിലായി. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ സ്വാഗതവും ഏകതാ സമിതി കൺവീനർ സുനിൽ കുമാർ കൂന്ദ്രേപാടി നന്ദിയും പറഞ്ഞു. വിവിധ സംഘടനാ നേതാക്കൾക്കൊപ്പം അസംഖ്യ ഹിന്ദുക്കളും പ്രതിഷേധത്തിൽ പങ്കാളികളായി. ബംഗ്ലാദേശിന്റെ ക്രൂരമായ ഹിന്ദു വിരുദ്ധ നടപടിക്കെതിരെ ജനക്കൂട്ടം മുദ്രാവാക്യം വിളികളുമായി തുടർന്നു.